വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ചായ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ മഴ പെയ്തു. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് അങ്ങനെ അവർക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ വന്നതാണ്. പിന്നെ സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് അവിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. അങ്ങനെ അവിലും തേങ്ങയും ശർക്കരയും 2 ഏലക്കയും കൂടെ ചതച്ചതാണ് ഈ അവിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവിൽ നനച്ചതാണ്, വിളയിച്ചതല്ല കേട്ടോ. ഇനി നമ്മുടെ ആ ചായയൊക്കെ തിളച്ച് വരുമ്പോൾ അവിൽ കറക്റ്റ് പരുവത്തിൽ നല്ല നനഞ്ഞ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നല്ല നനച്ചെടുക്കുന്നത്. പിന്നെ പഴം ഉണ്ടെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ അതൊക്കെ എടുത്തു. നമ്മൾ ചായയൊക്കെ ഇട്ട് അത് ചായയൊക്കെ കുടിച്ചു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഞാൻ നൈറ്റിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ആ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ആ സമയം മാത്രമേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്ന സമയമൊക്കെ നമുക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും സമയത്ത് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ നിന്നാലും കഴിക്കാൻ നിന്നാലും പിന്നെ നമ്മൾ തളർന്നു പോകും. പിന്നെ നമുക്ക് ക്ഷീണമാവും, ഉറക്കവും. അപ്പോൾ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു അത്യാവശ്യം നേരത്തെ ഒരു 7 മണിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ രാത്രി 8 മണിക്ക് 9 മണിക്കൊക്കെ അടുക്കളയിൽ കയറിയിട്ട് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുക, പാചകം ചെയ്യുക, ഫുഡ് കൊടുക്കുക എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ തളർന്നു പോകും. അപ്പം ഞാൻ ഒരു 7 മണിയായപ്പോൾ വീണ്ടും കിച്ചണിൽ വന്നിട്ട് ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും ബീൻസും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് വേവാൻ വയ്ക്കുക. ഒരു 3 വിസിൽ മതി. ഗ്രീൻ ബീൻസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ വെജിറ്റബിളൊക്കെ അത്യാവശ്യം പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. തേങ്ങയും പച്ചമുളകും മാത്രം മതി കേട്ടോ. നമ്മൾ എരിവിന് എത്ര എരിവ് വേണം അതിനുള്ള പച്ചമുളകും ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ വെജിറ്റബിൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടയ്ക്കേണ്ട, ഒന്ന് ഉടച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ അല്ല ദോശയുടെ കൂടെയും കഴിക്കാൻ, അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അധികം വെള്ളം ആവാതെ ഒരു നല്ല കുറുകിയ പരുവത്തിലെടുക്കുക. അതായിരിക്കും ഇത്തിരി ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നമുക്ക്. അതിന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാം. മഞ്ഞൾപ്പൊടി ഉള്ളവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല മഞ്ഞ കളർ കിട്ടും. ഇനി നമുക്ക് ഒരു 1.5 സ്പൂണ് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന, അതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണ കടുകൊക്കെ താളിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മളെ കറി കഴിക്കാൻ. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് താളിക്കുന്നത് വെളിച്ചെണ്ണയിലായിരിക്കണം കേട്ടോ, എങ്കിലേ ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ്. അങ്ങനെ അതൊക്കെ താളിച്ച് നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും വീട്ടിലൊക്കെ എപ്പോഴും എടുക്കാൻ പറ്റുന്ന വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള കറിയാണ്. ഇനി നമുക്കിത് ആ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപ്പിട്ട്, ഒത്തിരി ചൂടായി പോകരുതെങ്കിൽ മാവ് വെന്ത് പോവും. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇളം ചൂടുവെള്ളമില്ലേ, അതുകൊണ്ടാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ് മാത്രം ചേർത്ത് അതും കുഴച്ചിട്ട് അപ്പം തന്നെ ഞാൻ പിന്നെ റെഡിയാക്കണം കേട്ടോ. അത്യാവശ്യം വലിയ ഉരുളയായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ചെറിയ ഉരുളയായിട്ട് എടുത്ത് വെറുതെ എണ്ണം തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം വലുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടില്ല, ജോലിയൊക്കെ പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചപ്പാത്തി ഇതൊന്ന് ഞാൻ കുറച്ച് ഓയിലൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ ഇങ്ങനെ ചപ്പാത്തിക്ക് ഓയിലൊക്കെ ഒഴിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരിയൊക്കെ ഓയിലായിപ്പോയി. ഇതുപോലെ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനെ ആവശ്യത്തിന് ഒഴിക്കുക. ഇത് മക്കൾക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നല്ല പഞ്ഞി പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ച്
റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ചപ്പാത്തി നല്ല അടിപൊളി വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി എല്ലാവർക്കും എടുത്തുകൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർ കഴിച്ചിട്ടാണ് എനിക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച സാധനങ്ങളെല്ലാം കാണുമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നാൽ വീണ്ടും നമുക്ക് ക്ലീനിങ് ജോലി വീണ്ടും ഇരട്ടിയാൻ. വീണ്ടും ഡൈനിങ് ടേബിളിലുള്ള അതും കഴിക്കാത്തതും കഴിച്ചതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീണ്ടും എടുത്ത് കിച്ചണിൽ വയ്ക്കേണ്ടി വരും. അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിടുക. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം ഫസ്റ്റ് കാണുന്നത് ഡൈനിങ് ടേബിളായിരിക്കും കേട്ടോ, കിച്ചണിനെക്കാളും. അതുകൊണ്ട് ഞാൻ എന്നും രാത്രി ഇതുപോലെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിട്ട് എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള മണമുള്ള, ഞാനിവിടെ കുറച്ച് ഷാമ്പൂ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അല്പം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിടും. അപ്പോൾ രാവിലെ ഇരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ല നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു ഫീലായിരിക്കും. ഇങ്ങനെ ഇല്ലാതെ നമ്മൾ രാത്രി എടുത്ത വേസ്റ്റ് എല്ലാം ഡൈനിങ് ടേബിളിൽ ഇട്ടിട്ട് ഇങ്ങനെ തുടയ്ക്കാതെ കിടക്കുമ്പം രാവിലെ അത് ഉണങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് രാവിലെ ഈസിയാവും. പിന്നെ ഇങ്ങോട്ട് നോക്കേ വേണ്ട, നമുക്ക് കിച്ചണിൽ വന്ന് ജോലി ചെയ്താൽ മതി. അതുപോലെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവച്ചാൽ മതിയല്ലോ, പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഡൈനിങ് ടേബിൾ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക. അടുത്ത് നമ്മൾ ആ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, കിച്ചൺ സ്ലാബിൽ അവിടെ ഇവിടെ നിറച്ച് സാധനങ്ങളായിരിക്കും കിടക്കുന്നത്. നമ്മൾ പാചകം ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, പാത്രങ്ങളും എല്ലാം. അപ്പോൾ അതെല്ലാ പാത്രങ്ങളും നമ്മൾ സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുക. മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാക്കാനുള്ള കറികളൊക്കെ ചൂടാക്കി വയ്ക്കുക. അപ്പം മീൻ കറിയൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല, അത് നല്ലതായിട്ട് ചൂടാക്കി വറ്റിച്ച് വയ്ക്കാറാണ് പതിവ്. അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ചെറിയ ബോക്സിനകത്താക്കി വയ്ക്കുക. ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റ് ബോക്സിലിടാം കേട്ടോ. ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ചെറിയ ബോക്സ് എപ്പോഴും കിച്ചണിൽ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനും ഇതുപോലെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിലേക്ക് ആക്കി നമ്മൾ മാക്സിമം ഉള്ള എല്ലാ പാത്രങ്ങളും കഴുകാൻ വേണ്ടി എടുക്കുക, ഒന്നും മാറ്റി വയ്ക്കാതെ. അഥവാ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്തോ എങ്ങനെയെങ്കിലും സൂക്ഷിച്ചിട്ട് ബാക്കി എല്ലാ പാത്രവും കഴുകി എടുക്കുക. ഇങ്ങനെ കഴുകുന്നതോടെ നമുക്ക് രാവിലെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. നമ്മൾ കിച്ചണിൽ വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു തോന്നുമില്ല. അപ്പോൾ നമ്മളില്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് കിടക്കുമ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ചായ ഇടാൻ വേണ്ടിയൊക്കെ സിങ്കിൽ വരുമ്പോൾ തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ വല്ലാത്തൊരിതായിരിക്കും. പിന്നെ ചായ ഇടാൻ പാത്രം വരെ ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും എടുത്ത് കഴുകേണ്ട അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രാത്രി നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായാലും ഫുഡ് കഴിക്കാനായാലും കയറിയാൽ മതി, നമുക്ക് എല്ലാം ഈസിയാവും. ഇല്ലാതെ നമ്മൾ 9 മണിയൊക്കെ ആകുമ്പോൾ കയറുമ്പോഴാണ്, നമ്മൾ അമ്മമാരായാലും മനുഷ്യരല്ലേ, നമുക്കും സാധാരണ പോലെ ക്ഷീണവും ഉറക്കമൊക്കെ വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ നേരത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പം എല്ലാം ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് കിടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ നേരത്തെ കിച്ചണിൽ കയറുക. അങ്ങനത്തെ ആ പാത്രങ്ങളെല്ലാം കഴുകി. ഇപ്പോൾ നമ്മൾ അതാത് സ്ഥാനത്ത് ചിലപ്പോൾ വയ്ക്കാൻ പറ്റില്ല, ഉണങ്ങിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബേസിനുണ്ടല്ലോ, നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ പാത്രവും കഴുകിയിടുക. നമുക്ക് നല്ല ഈസിയാക്കുക. നമ്മൾ കഴുകുന്ന പാത്രങ്ങൾ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ അത്രയും സമയം വേസ്റ്റ് ആയിരിക്കും. നമ്മൾ കഴുകി ഇതുപോലെ ഒരു ബേസിനകത്ത് വയ്ക്കുക. എന്നിട്ട് രാവിലെ നമുക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വച്ചാൽ മതിയല്ലോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇനി ഞാൻ ഇപ്പോൾ വർക്ക് ഏരിയയിൽ വയ്ക്കും, പിന്നെ രാവിലെയാണ് അതാത് സ്ഥാനത്ത് വയ്ക്കുന്നത്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുപ്പുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും. അത് ഞാൻ ഡൈനിങ് ടേബിൾ തുടച്ചില്ലേ, അതിട്ടാണ് കേട്ടോ. നമ്മുടെ അല്പം ഷാമ്പൂ വെള്ളം ഒഴിച്ചില്ലേ, അതിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഉച്ചയ്ക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് വേറെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ ഈ സമയത്ത് നല്ലതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ അവർക്ക് രാവിലെ ഈസി ആയിരിക്കും. പിന്നെ രാവിലെ ഉച്ചയ്ക്കായാലും പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മതി. അങ്ങനെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന്
ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ കുക്കറിൽ വെച്ചില്ലേ വെജിറ്റബിൾ കറി, അതെല്ലാം വിസിലിട്ട് ഇതിലൊക്കെ തെറിച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് അതാത് സ്ഥാനത്ത് വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ വരും പല്ലി പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും കിച്ചണിൽ കാണില്ല. നമ്മൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ ഇതുപോലെ കിച്ചണിലോ നമ്മളെ സ്ലാബിലോ അടുപ്പിലോ ഒക്കെ കിടക്കുമ്പോഴാണ് പല്ലി പാറ്റ ഉറുമ്പ് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കാണും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. അങ്ങനെ സ്റ്റൗവൊക്കെ തുടച്ച് പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബെല്ലാം ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഉച്ചയ്ക്കൊക്കെ സാധാരണ നല്ല നീറ്റായിട്ടൊക്കെ ഇട്ടിരുന്നുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണിയുണ്ടല്ലോ, ടവൽ എന്തെങ്കിലും, അത് കൂടെ രാത്രി കഴുകി ഇടുക കേട്ടോ. മസ്റ്റായിട്ട് കഴുകി നമ്മളിപ്പോൾ കിച്ചൺ സ്ലാബിൻ്റെ പുറത്ത് വിരിച്ചിട്ടുന്നാലും മതി, പുറത്തൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിൽ അവിടെ കിടന്നൊരു വല്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു സോപ്പ് വെച്ചിരിക്കുമല്ലോ, സോപ്പോ ഹാൻഡ് വാഷോ അതിട്ടൊന്ന് ജസ്റ്റ് ആ തുണിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക. പിന്നെ ലാസ്റ്റാണ് ഞാൻ സിങ്ക് കഴുകുന്നത്. അപ്പോൾ ലാസ്റ്റ് സിങ്കൊക്കെ കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ നമ്മൾ കിച്ചൺ നല്ല നീറ്റായി ഫ്രഷായി കിടക്കും. ഇനി നമ്മൾ രാവിലെ ജോലി ചെയ്യാൻ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കിത് ആക്കാനേ തോന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വേണം, നമ്മൾ ഇത്രയും നല്ല വൃത്തിയാക്കിയുള്ള കിച്ചൺ കാണുമ്പോൾ നമുക്ക് പിന്നെ വൃത്തികേടാക്കാനേ തോന്നത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെതാ എല്ലാം നീറ്റായി. പിന്നെ ഞാൻ രാവിലെ കൊണ്ടുപോകാനുള്ള വെള്ളം കൂടെ തിളപ്പിച്ച് വെക്കും കേട്ടോ. കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടിട്ടതാ. അപ്പോൾ രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാമല്ലോ, ചൂടൊന്നുമില്ലാതെ കറക്റ്റ് പരുവത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.